ഒരിടത്ത് നിങ്ങൾ ഒരു കാര്യം നിയമവിരുദ്ധമായി കാണും, മറ്റൊരിടത്ത് സമാനമായ ആശയം നിയമപരമായി പ്രവർത്തിക്കുന്നു. ഒരു ചെറിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യതയേക്കാൾ കുറവാണ് ഇത്തരം മെഗാ ആപ്പുകളിൽ, മെഗാ കോൺടെസ്റ്റുകളിൽ നിങ്ങൾ വിജയിയാവാനുള്ള സാധ്യത. നിലവിലെ ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന യുവാക്കളുടെയും പണമുറ്റുന്ന പുതിയ ചൂതാട്ട ബിസിനസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതത്തെ ഗെയിമുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരുതരം ഓൺലൈൻ പ്രൊഡക്ഷൻ ഗെയിമുകളാണ് ഫാന്റസി ആപ്പുകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നോക്കൂ, ഗണിതശാസ്ത്രപരമായി ഈ എല്ലാ ആപ്പുകളിലും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ രാജ്യത്തെ ലെജൻഡ്സ് എന്ന് വിളിക്കാവുന്ന കായിക താരങ്ങൾ നിറപുഞ്ചിരിയോടെ ടിവിയുടെ മുന്നിൽ വന്ന് പറയുകയാണ്, ഈ പണി ഞാൻ ചെയ്യാം, നിങ്ങൾ പോയി ഫാന്റസി ആപ്പിൽ ടീം ഉണ്ടാക്കൂ. ഇന്ത്യൻ സിനിമകളിലെ ഹീറോയിന്മാരെ വിളിച്ച് കോടികൾ കൊടുത്ത് പരസ്യത്തിൽ അഭിനയിപ്പിച്ച് അവർ നിങ്ങളോട് പറയുന്നു, ഫാന്റസി ആപ്പിൽ ടീം ഉണ്ടാക്കൂ. ഉപജീവനം പണയപ്പെടുത്തി ഓഫീസ് ജോലികൾക്കിടയിൽ ആളുകൾ ടീമുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നിയമങ്ങൾ നോക്കുകുത്തിയാണ്. അപര്യാപ്തമായ നിയമങ്ങളുടെ പരിധികൾ കണ്ടെത്തി സാധാരണക്കാരായ ദരിദ്ര നാരായണന്മാരുടെ പോക്കറ്റിലെ പണം വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഊറ്റിയെടുക്കുകയാണ്. നോക്കൂ, ചീട്ട് കളിക്കുന്ന ചൂതാട്ടക്കാരെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. ക്രിക്കറ്റിൽ പണം നിക്ഷേപിക്കുകയും വാതുവെപ്പ് നടത്തുകയും ചെയ്യുന്നവരെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അവരെ പോലീസ് വന്ന് പിടികൂടി ജയിലിലടച്ച കഥകളും നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ ചൂതാട്ടവും വാതുവെപ്പും നിയമവിരുദ്ധമാണ്. എന്നാൽ ഗോവയിൽ പോയി നിങ്ങൾക്ക് കാസിനോകളിൽ എളുപ്പത്തിൽ പന്തയം വെക്കാം. നിങ്ങൾക്ക് ഹോസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ പോയി പണം നിക്ഷേപിക്കുകയും വാതുവെപ്പ് കളിക്കുകയും ചെയ്യാം. ആലോചിക്കൂ, 4 പേർ ഇരുന്ന് ചീട്ട് കളിക്കുന്നു, പോലീസ് അവരെ കൊണ്ടുപോകുന്നു. എന്നാൽ അതേ സ്ഥലത്ത് അവർ ലൂഡോ കളിക്കുകയാണെങ്കിലോ അവരെ പോലീസ് പിടിക്കുമോ ഇല്ലയോ? ഓൺലൈൻ ചൂതാട്ടം ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. മറുവശത്ത് ഓൺലൈനിൽ ആളുകൾ ഫാന്റസി ആപ്പുകളിൽ എളുപ്പത്തിൽ ടീമുകൾ രൂപീകരിക്കുകയും പണം നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഒരിടത്ത് നിങ്ങൾ ഒരു കാര്യം നിയമവിരുദ്ധമായി കാണും, മറ്റൊരിടത്ത് സമാനമായ ആശയം നിയമപരമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? സ്വാഗതം മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. നോക്കൂ, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാതെ പോയത് നിലവിലെ ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന യുവാക്കളുടെയും പണമൂറ്റുന്ന പുതിയ ചൂതാട്ട ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എനിക്ക് നേരിട്ടറിയാവുന്ന പല ആളുകൾ പോലുമുണ്ട് ലക്ഷങ്ങൾ ഇത്തരം ആപ്പുകളിലൂടെ നഷ്ടപ്പെടുത്തിയവർ. ഫോൺ കയ്യിലില്ലാത്ത കുട്ടികളില്ല, യുവാക്കളില്ല. ഇന്നത്തെ കാലത്ത് അത്യാവശ്യം പൈസയ്ക്കും ആരുടെ കയ്യിലും കുറവില്ല. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ പുതിയ തലമുറയെ അഡിക്റ്റ് ആക്കാനും വലിയ തോതിൽ പണം നഷ്ടപ്പെടുത്താനും സാധ്യതയുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ വീഡിയോ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണാതെ പോകരുത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, ഈ വീഡിയോയുടെ മുഴുവൻ കണ്ടന്റും ഒരു ഹിന്ദി വീഡിയോയുടെ പരിഭാഷയാണ്. നോക്കൂ, ഇന്ത്യയിലെ ചൂതാട്ടത്തിൻ്റെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. BC 4-ാം നൂറ്റാണ്ടിൽ ആളുകൾ ഡൈസ് ഉപയോഗിച്ച് പകിട കളിക്കാറുണ്ടായിരുന്നു. മഹാഭാരത കാലത്തും ആളുകൾ ചൂതാട്ടം നടത്തിയിരുന്നു. എന്നാൽ പാണ്ഡവർക്ക് എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് ചൂതാട്ടം നെഗറ്റീവ് വെളിച്ചത്തിൽ നമ്മൾ കണ്ടത്. ഇതിനുശേഷം 6-ാം നൂറ്റാണ്ടിൽ മുഗൾ കാലത്ത് അക്ബറിന് കോഴിപ്പോരും ചൂതാട്ടവും വളരെ ഇഷ്ടമായിരുന്നു. മുഗളന്മാർക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു. അവർ കുതിരപ്പന്തയം അവതരിപ്പിച്ചു. പിന്നീട് അവർ ഇന്ത്യയിൽ ക്രിക്കറ്റ് അവതരിപ്പിച്ചു. ഈ കളികളെല്ലാം ക്രിക്കറ്റായാലും കുതിരപ്പന്തയമായാലും ആളുകൾ പണം നിക്ഷേപിക്കാൻ തുടങ്ങി. ചൂതാട്ടവും വാതുവെപ്പും തുടങ്ങി. ഈ സമയത്താണ് ചൂതാട്ട കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ എല്ലാ ആളുകൾ ഒത്തുകൂടുകയും ചൂതാട്ടം നടത്തുകയും ചെയ്തു. അങ്ങനെ നിരവധി കേസുകൾ ഈ ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങി. വഴക്കുകൾ വളരെ പതിവായി മാറിയിരുന്നു. തുടർന്ന് ആ സമയത്തെ ബ്രിട്ടീഷ് സർക്കാർ പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് 1867 പാസാക്കി. ഈ നിയമമാണ് പിന്നീട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഈ നിയമം ഇപ്പോഴും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ആളുകൾ പൊതുസ്ഥലങ്ങളിലും ചൂതാട്ട കേന്ദ്രങ്ങളും ചൂതാട്ടത്തിന് പോകാതിരിക്കാനും പ്രധാന ചൂതാട്ട കേന്ദ്രങ്ങൾ നിരോധിക്കാനുമാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമത്തിൻ്റെ 13-ാം വകുപ്പ് പ്രകാരം അവർ കോഴിപ്പോര്, മൃഗങ്ങളുടെ പോരാട്ടം, അവയിൽ നിന്ന് ഈടാക്കുന്ന പണം എന്നിവ നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് ഇന്റർനെറ്റ് ഇല്ലാതിരുന്നതിനാൽ ഓൺലൈൻ വഴിയുള്ള ചൂതാട്ടത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും അവയുടെ നിയന്ത്രണങ്ങളെക്കുറിച്ചും ഈ പ്രത്യേക ആക്ടിൽ ഒന്നും പരാമർശിച്ചിട്ടില്ല. ഈ ആക്ടിൻ്റെ സെക്ഷൻ 12A വിഭാഗത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് അവസരത്തിൻ്റെ അഥവാ ലക്ക് ഫാക്ടറിൻ്റെ ഗെയിം നിയമവിരുദ്ധവും നൈപുണ്യത്തിൻ്റെ അഥവാ കഴിവ് അബിലിറ്റിയുടെ ഗെയിം നിയമപരവുമാണ് എന്ന്. പക്ഷേ ഇത് വൈദഗ്ധ്യത്തിൻ്റെ കളിയാണോ അതോ അവസരങ്ങളുടെ കളിയാണോ എന്ന് നിയമത്തിൽ നിർവചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കേസുകൾ കോടതിയിലെത്തുമ്പോൾ ഈ കാര്യം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം ഈ നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കുന്നു. എന്നാൽ കുതിരപ്പന്തയവും ലോട്ടറിയും മറ്റും സുഗമമായി നടക്കുന്നതിനാൽ അവയിൽ കാര്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മാറ്റവുമില്ലാതെ ഈ പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് 1867 എന്ന ഈ നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് സംസ്ഥാനങ്ങളുടെ അധികാര പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനർത്ഥം സംസ്ഥാനത്തിന് വേണമെങ്കിൽ അത് അതേപടി പിന്തുടരാം, അല്ലെങ്കിൽ സ്വന്തം പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കുകയോ പരിഷ്കരിക്കുകയോ ആവാം. അതിനുശേഷം ആന്ധ്രാപ്രദേശ്, അസം, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ നിയമം കുറച്ച് മാറ്റങ്ങൾ വരുത്തി അവരുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു.
എന്നാൽ ഈ നിയമം പഴയതായതിനാൽ നിയമം ഉണ്ടാക്കിയ ശേഷവും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. നിലവിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസരത്തിൽ കോടതി ഒരു നിലപാടിലെത്തുകയാണ് പതിവ്. നിലവിൽ ചില ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളുണ്ട്. അവ നിങ്ങളെ അഡിക്റ്റഡ് ആക്കുകയും പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഒരു കളിയിലെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഘടകം ഭാഗ്യമല്ല, മറിച്ച് കഴിവാണ് എങ്കിൽ അത് വൈദഗ്ധ്യത്തിന്റെ കളിയാണ്. ഇത് ചൂതാട്ടമല്ല, മറിച്ച് ഭാഗ്യമാണ് ഒരു ഗെയിമിന്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് എങ്കിൽ അത് അവസരങ്ങളുടെ ഗെയിമാണ്. ഭാഗ്യമാണ് ഒരു ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ആർക്കും നിയന്ത്രണമില്ലാത്ത ക്രമരഹിതമായ ചില ഘടകങ്ങൾ അതിൽ ഉണ്ട് എന്നർത്ഥം. എത്ര ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തതും എല്ലാം ഭാഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നതുമായ ഗെയിം നിയമവിരുദ്ധമാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം കോടതി തീർപ്പ് കൽപ്പിച്ച നിലപാടാണിത്. ഈ കേസ് ശേഷം അതിൽ കുറച്ച് വ്യക്തതയുണ്ടായി. അതുകൊണ്ട് തന്നെ ചൂതാട്ടവുമായി ബന്ധപ്പെട്ടതോ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടതോ ആയ ഏതെങ്കിലും കേസ് കോടതി എത്തിയപ്പോഴെല്ലാം അത് നൈപുണ്യത്തിന്റെ കളിയാണോ അതോ ഭാഗ്യത്തിന്റെ കളിയാണോ എന്ന് പരിശോധിക്കാൻ ഇത് സഹായകരമായി. ഒരുപാട് കേസുകൾ കോടതിയിൽ വരാൻ തുടങ്ങുമ്പോൾ കോടതി അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നു. തുടർന്ന് എല്ലാ വകുപ്പുകളും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നു. ഒഴിഞ്ഞ പറമ്പുകളിലും മറ്റും ആളുകൾ കൂടിയിരുന്ന് ചീട്ട് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ പൈസ വെച്ച് കളിക്കുന്നവരുമുണ്ട്. അത് സാങ്കേതികപരമായി നിയമവിരുദ്ധമാണ്. കാരണം ആത്യന്തികമായി പൊതുസ്ഥലത്ത് പണം നിക്ഷേപിച്ച് ചൂതാട്ടം നടക്കുന്നു. കോടതിയിൽ നടക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ അതിനാൽ ഇന്ത്യയിൽ ക്രമേണ നിയമങ്ങൾ രൂപപ്പെട്ടു. ഇത് കഴിഞ്ഞ് 1960കളിൽ സത്യനാരായണൻ എന്ന ഒരാൾ ഒരു ക്ലബ്ബ് നടത്തിയിരുന്നു. പോലീസ് അവിടെ വന്ന് ഇവിടെ ചൂതാട്ടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് റെയ്ഡ് ചെയ്യുന്നു. കാർഡ് വെച്ചുള്ള റമ്മി കളി വൈദഗ്ധ്യത്തിന്റെ കളിയാണെന്നും എന്നാൽ പോലീസ് സമ്മതിക്കുന്നില്ലെന്നും അവർ കോടതിയിൽ വിശദീകരിക്കുന്നു. അങ്ങനെ റമ്മി അവസരത്തിന്റെ ഗെയിമാണോ അതോ സ്കിൽ ഗെയിമാണോ എന്ന് തീരുമാനിക്കാൻ മുഴുവൻ കേസും കോടതിയിലേക്ക് പോകുന്നു. ഇതിൽ റമ്മി കളിക്കാൻ കാർഡുകൾ മനഃപ്പാടമാക്കണമെന്നും അത് എപ്പോൾ ഏത് കാർഡ് എറിയണമെന്ന് തീരുമാനിക്കേണ്ടതുണ്ടെന്നും ഇത് കേവലം ഭാഗ്യത്തിന്റെ കളിയെന്നും കോടതി പറഞ്ഞു. അതോടെ സത്യത്തിൽ ഇന്ത്യക്കുള്ളിൽ റമ്മി ഗെയിം നിയമപരമായി. ഇന്ത്യ ഒട്ടാകെ റമ്മി ഗെയിം നിയമവിധേയമല്ലെന്ന് ഇപ്പോൾ ചിലർ പറയും. നിയമപരമല്ലാത്ത ചില സംസ്ഥാനങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശ്, അസം, സിക്കിം, നാഗാലാൻഡ്, മേഘാലയ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് റമ്മി ഗെയിം കളിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിയമം സംസ്ഥാനങ്ങളുടെ അധികാര വിഭാഗത്തിലുള്ളതാണ് പെടുത്തിയിട്ടുള്ളത് എന്ന്. അവർ പ്രത്യേകം നിയമങ്ങൾ ഉണ്ടാക്കിയതാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏത് കളിയുടെ കാര്യം വന്നാലും ആദ്യം ആ കളി ഏത് സ്റ്റേറ്റിലാണ് കളിക്കുന്നത് എന്ന് നോക്കണം. നിങ്ങൾക്ക് ഗോവ, ദാമൻ-ദിയു തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോയി കാസിനോകളിലും സ്ലോട്ട് മെഷീനുകളും ഉപയോഗിച്ച് ചൂതാട്ടം നടത്താം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് സാധിക്കില്ല. ഈ സംസ്ഥാനങ്ങൾ ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ ധാരാളം അന്താരാഷ്ട്ര ടൂറിസം ഉണ്ട് എന്നും ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് എന്നും കാരണം പറഞ്ഞിട്ടാണ് നിയമമുണ്ടാക്കിയത്. കുതിരപ്പന്തയുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ഇതേ അവസ്ഥയുണ്ടായി. 13 സംസ്ഥാനങ്ങളിൽ ലോട്ടറികൾ സ്വയം നടത്തുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ നോക്കൂ, റമ്മി, കുതിര, ലോട്ടറി എന്നിവയ്ക്ക് ശേഷം ഫാന്റസി ഗെയിമിന്റെയും ഓൺലൈൻ ഗെയിമിന്റെയും കാലം വന്നു. നോക്കൂ, 2000ത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഗെയിമിംഗ് വളരെ വേഗത്തിൽ വളർന്നു. ഇത് തുടക്കമായിരുന്നു. ഇതിനുശേഷം നിക്ഷേപം ആരംഭിച്ചവർക്ക് ഓൺലൈൻ ഗെയിമിംഗിൽ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. 2001 ESPN, സ്റ്റാർ സ്പോർട്സ് എന്നിവ ഒത്തുചേരുകയും സൂപ്പർ സെലക്ടർ എന്ന ഒരു ഫാന്റസി ഗെയിം അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. എന്നാൽ അത് ലോഞ്ച് ചെയ്ത സമയം അത്ര ശരിയല്ലാത്തതിനാലും ഇന്റർനെറ്റിൽ അത്രയധികം ആളുകളില്ലാത്തതിനാലും ആളുകളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ആവശ്യത്തിലില്ലാത്തതിനാലും ഇത് നഷ്ടത്തിലായി. US-ലെ ആളുകൾക്കിടയിൽ ഫാന്റസി ഗെയിമുകളുടെ ആവേശം കണ്ടു മനസ്സിലാക്കിയ 2007 US-ൽ പഠിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയ ഒരു യുവ സംരംഭകൻ ഫാന്റസി ഗെയിമുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ ഫാന്റസി ആപ്പിനെ കുറിച്ച് ആർക്കും അറിവില്ലായിരുന്നു. പക്ഷേ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഫാന്റസി ഗെയിമിന്റെ സമയം വളരെ വളരെ ശരിയായിരുന്നു. 2008 ഇന്ത്യയിൽ IPL ആരംഭിക്കുന്നു. ആളുകൾ ഇത് ഇന്റർനെറ്റിലും കാണാൻ തുടങ്ങി. അക്കാലത്ത് മൊബൈൽ കൂടുതൽ ആളുകളുടെ കൈകളിലുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ഫാന്റസി ആപ്പ് അവതരിച്ചു. തുടക്കത്തിൽ ഇത്തരം ആപ്പുകളിൽ ആളുകളെ സൗജന്യമായി കളിക്കാൻ അനുവദിക്കുന്നിടത്ത് നിന്ന് മെല്ലെ മെല്ലെ ചില പരിപാടികളിൽ ക്യാഷ് പ്രൈസുകൾ ഏർപ്പെടുത്തി അതിനായി അവർ എൻട്രി ഫീസായി പണം വാങ്ങാനും ആരംഭിച്ചു. അവിടെ നിന്ന് ഈ ഫാന്റസി ആപ്പിന്റെ തലവര മാറി. അതിൽ ഒരു നിയമങ്ങളുമില്ലാതെ കമ്പനികൾ ആഗ്രഹിക്കുന്ന പോലെ മത്സരങ്ങൾ നടത്തുന്നു, സമ്മാനവും ഫീസും നിശ്ചയിക്കുന്നു. അപ്പോൾ എന്താണ് ഫാന്റസി ആപ്പ് എന്ന് ആദ്യം ഞാൻ പറയാം. നോക്കൂ, IPL-ന്റെ ഉദാഹരണം എടുക്കാം. നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതത്തെ ഗെയിമുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരുതരം ഓൺലൈൻ പ്രൊഡക്ഷൻ ഗെയിമുകളാണ് ഫാന്റസി ആപ്പുകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഈ ആപ്പുകളിലെ മത്സരങ്ങൾ നടക്കുന്നത് തത്സമയ മത്സരത്തെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾക്ക് ഈ ആപ്പിൽ ഒരു ടീമിനെ ഉണ്ടാക്കാം. ഒരു തത്സമയ മത്സരം നടക്കുമ്പോൾ അതേ തത്സമയ മത്സരത്തോടൊപ്പം നിങ്ങൾക്ക് ഇതിൽ കളിക്കാനും കഴിയും. തത്സമയ മത്സരത്തിൽ കളിക്കാരുടെ പ്രകടനം എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാന്റസി ടീമിലെ കളിക്കാരുടെ പ്രകടനത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. കളി നടക്കുമ്പോൾ നിങ്ങളുടെ ടീമിലെ വേണ്ടപ്പെട്ട ആളുകൾ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭൂതി നിങ്ങൾക്കിതിലുണ്ടാവും. എന്നാൽ വാസ്തവത്തിൽ അതിൽ ഒരു ഫാന്റസി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ടീമിനെ ഉണ്ടാക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ ടീമിലെ കളിക്കാർ റൺസ് നേടുമ്പോൾ നിങ്ങൾക്ക് പോയിന്റുകൾ വർദ്ധിക്കും. നോക്കൂ, നിങ്ങൾ 5 പേർ ഫാന്റസി ആപ്പിലുള്ള ഒരു കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യുന്നു എന്ന് കരുതുക. 5 പേരും 100 രൂപ ഫീസായി കൊടുത്തു.
ആകെ തുക 500 രൂപ. ഇതിൽ ആദ്യം സർക്കാർ എടുക്കുന്ന 28% GST. അപ്പോൾ 500-ൽ 360 രൂപ ബാക്കി. ഇനി ആപ്പിൻ്റെ ഓണറിന് എത്ര പോകുമെന്ന് നോക്കാം. പല രീതിയിലും അതിന് മാറ്റങ്ങൾ സംഭവിക്കാമെങ്കിലും ആവറേജ് എന്ന നിലയിൽ നമുക്ക് 20% കൂട്ടാം. അങ്ങനെയെങ്കിൽ 360-ന്റെ 20% 72 രൂപ. അപ്പോൾ ബാക്കിയുള്ളത് 288 രൂപ. ഇപ്പോൾ വാസ്തവത്തിൽ ഈ തുക പൂർണ്ണമായും ഗെയിം ജയിക്കുന്ന വ്യക്തിക്ക് കിട്ടേണ്ടതാണ്. എന്നാൽ സമ്മാനം കിട്ടുമ്പോൾ 30% വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടി വരും. 30% നികുതി TDS അടച്ചാൽ 201.6 രൂപ ബാക്കി. ഇപ്പോൾ നോക്കൂ, ആദ്യം ജയിച്ചയാൾ 100 രൂപ മുടക്കി. അപ്പോൾ ഈ 100 രൂപ നീക്കം ചെയ്താൽ വിജയിയുടെ ലാഭം 101.6 രൂപയാണ്. അതിനാൽ 500 രൂപയുടെ ഈ ഗെയിമിൽ കളിക്കാരന് ജയിച്ചാൽ പോലും ലഭിക്കുന്നത് 101.6 രൂപ മാത്രമാണ്. ഫാന്റസി ആപ്പിന് 72 രൂപയും GSTയും TDS ഒരുമിച്ചാൽ സർക്കാരിന് 226.4 രൂപയും ലഭിക്കും. എത്രയധികം കോടി രൂപയുടെ മത്സരങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്ന് കൂടി ഓർക്കുക. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓരോ അന്താരാഷ്ട്ര മത്സരത്തിനും ഏകദേശം 1500 കോടി രൂപ ചിലവഴിക്കുന്നുണ്ട്. വെറും ഒരു മത്സരത്തിന് വേണ്ടി ആഭ്യന്തര അന്തർദേശീയ ടൂർണമെന്റുകളുടെ മത്സരങ്ങൾ സംയോജിപ്പിച്ചാൽ സംഖ്യ വളരെ വളരെ കൂടുതലായിരിക്കും. യഥാർത്ഥത്തിൽ മത്സരങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഒന്നിലധികം കോൺടെസ്റ്റുകൾ, ഗെയിമുകൾ, ഇവന്റുകൾ എന്നിവയുണ്ട്. എന്നാൽ വിജയ് മെഗാ ജേതാവാകുന്ന ഒരു മെഗാ കോൺടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കോടി ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. 49 രൂപ എൻട്രി ഫീസ്, അതായത് 73.5 കോടി രൂപ ആകെ സമാഹരിക്കുന്നു. അതിൽ മുകളിൽ പറഞ്ഞ പോലെ ആദ്യം 28% നികുതി, 20% കമ്പനിക്ക്, അതുകൂടാതെ വിജയിച്ച തുകയിൽ നിന്ന് 30% TDS അഥവാ നികുതി വീണ്ടും സർക്കാരിന്. ഇത് ഒരു മത്സരത്തിൽ മാത്രം ഉള്ള പ്രവർത്തനമാണ്, ചെറുതാണ്. ഇതുപോലെ നിരവധി മത്സരങ്ങളുണ്ട്. ഒരു IPL 74 മത്സരങ്ങളെങ്കിലുമുണ്ട്. ലോകകപ്പിൽ 48 മത്സരങ്ങളുണ്ട്. നമ്മൾ വർഷം മുഴുവൻ സംസാരിച്ചാൽ ഇത്രയധികം ടൂർണമെന്റുകളുണ്ട്. ക്രിക്കറ്റ് കൂടാതെ ഫുട്ബോൾ, ഹോക്കി തുടങ്ങിയ നിരവധി കായിക ഇനങ്ങളിലും ഇതേ രീതിയിൽ ആപ്പുകൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. സർക്കാരിനും ഫാന്റസി ആപ്പ് ഉടമകൾക്കും ആയിരക്കണക്കിന് കോടികൾ പോകുന്നു. സെലിബ്രിറ്റികളും ക്രിക്കറ്റ് താരങ്ങളും പരസ്യത്തിനായി ഇതിന്റെ പങ്കുപറ്റുന്നു. സ്പോൺസറായും മറ്റും BCCIക്കും ആയിരക്കണക്കിന് കോടികൾ ലഭിക്കുന്നു. അപ്പോൾ പറയുന്നതിന്റെ അർത്ഥം BCCI അതിൽ നിന്ന് പണം സമ്പാദിക്കുന്നു, സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് പണം സമ്പാദിക്കുന്നു, ക്രിക്കറ്റ് കളിക്കാരും സെലിബ്രിറ്റികളും അതിൽ നിന്ന് പണം സമ്പാദിക്കുന്നുവെങ്കിൽ പിന്നെ ആകെയുള്ള ചോദ്യം എവിടെ നിന്നാണ് ഈ പണം വരുന്നത് എന്നാണ്. അതിൻ്റെ ഉത്തരം അത് നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ നിന്നാണ് എന്നാണ്. നിങ്ങൾ ഈ പണം നൽകുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തിലൂടെയോ അതോ സ്വന്തം കഠിനാധ്വാനത്തിലൂടെയോ സമ്പാദിച്ചതിൽ നിന്നാണ്. പക്ഷേ ആത്യന്തികമായി ഇത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോവുക തന്നെ ചെയ്യും. എന്നാൽ അതുല്യമായി കൊണ്ടിരിക്കുന്ന ഈ ഫാന്റസി ആപ്പ് നിങ്ങളെ കോടീശ്വരനാവാനുള്ള സ്വപ്നങ്ങൾ കാണിച്ച് ആയിരങ്ങളും കോടികളും സമ്പാദിക്കുന്നു. പേരിന് ആരെങ്കിലും അബദ്ധവശാൽ വിജയിച്ചാൽ അത് കേട്ട് തങ്ങളും കോടീശ്വരന്മാരാകുമെന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തോന്നി തുടങ്ങുന്നു. നോക്കൂ, ഗണിതശാസ്ത്രപരമായി ഈ എല്ലാ ആപ്പുകളിലും വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കോടികൾ സമ്മാനമായി നൽകുന്ന മെഗാ ഇവന്റുകളെ കുറിച്ച് പറഞ്ഞാൽ 0.00000667% നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. കൂടാതെ ഇതിലും ഭയാനകമായ കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം ഒരു കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യുന്നത് 49 രൂപ കൊണ്ടാണ്. പക്ഷേ ആളുകൾ അവരുടെ അവസരങ്ങൾ വിജയിപ്പിക്കാൻ കൂടുതൽ ടീമുകൾ ഉൾപ്പെടുത്തി കൂടുതൽ കോൺടെസ്റ്റുകളിൽ ജോയിൻ ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിലും വലിയ നഷ്ടം സംഭവിക്കുന്നു. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ സ്കൂളിനെയോ കോളേജിനെയോ നാട്ടുകാരെയോ ഒരുമിച്ച് കൂട്ടുകയും 1,00,000 ടീമുകളെ ഉണ്ടാക്കിയാലും നിങ്ങളുടെ വിജയ സാധ്യത ഗണിതശാസ്ത്രപരമായി തീർത്തും തുച്ഛമാണ്. 7 കോടിയിലധികം ആളുകളെ ഒരുമിച്ച് കൂട്ടിയാലും നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. ഈ ഫാന്റസി ആപ്പുകളിൽ 2 ടീമുകളെ മിക്സ് ചെയ്ത് 11 പേരടങ്ങുന്ന ഒരു ടീമിനെ ഉണ്ടാക്കണം. അതായത് മത്സരത്തിൽ എല്ലാ കോമ്പിനേഷനുകളും ഒത്തിണങ്ങുന്ന രീതിയിൽ ഇത്തരം 11 കളിക്കാരെ തിരഞ്ഞെടുക്കണം. കണക്ക് കൂട്ടിയാൽ 7,54,032 കോമ്പിനേഷനുകൾ. ഇവിടെയും അവസാനിക്കുന്നില്ല. അപ്പോഴും ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും തിരഞ്ഞെടുക്കണം. അതിൽ തന്നെ 110 കോമ്പിനേഷനുകളുണ്ട്. പിന്നെ ഈ 110 ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ചേർന്ന് ഗുണിച്ചാൽ തന്നെ 77,75,97,520 കോമ്പിനേഷനുകൾ ലഭിക്കും. നോക്കൂ, ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇത്രയും മനസ്സിലാക്കുക. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ വിജയിയാവുന്നതിനേക്കാൾ ഒരു ചെറിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാനുള്ള നിങ്ങളുടെ സാധ്യത താരതമ്യേന കൂടുതലാണ്. സത്യത്തിൽ വിരാടും ധോണിയും സ്വന്തം ടീമുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പോലും അവർ വിജയിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരാൾ ഏതാനും 1000 രൂപ ഇതിൽ കളിച്ച് നേടിയതായി നിങ്ങൾക്ക് ഒരു കഥ കേട്ടാലോ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ചെറിയ തുക വിജയിച്ചാലോ അവൻ്റെ അടുത്ത് പോയി അവൻ എത്ര നാളായി കളിക്കുന്നു, എത്ര പണം നിക്ഷേപിച്ചു എന്ന് ചോദിക്കുക. ഇതിൽ നിങ്ങൾ കളികൾ ജയിച്ചേക്കാം, എന്നാൽ മുകളിലിരിക്കുന്ന യജമാന്മാർ നിങ്ങളെ പരമാവധി കളിപ്പിച്ച് സ്വയം വിജയിപ്പിക്കുന്നു എന്നതാണ് യഥാർത്ഥ ഗെയിം. വെറും 10, 20, 40 രൂപ നിക്ഷേപിച്ച് ആയിരക്കണക്കിന് രൂപയാണ് ആളുകൾക്ക് നഷ്ടമാകുന്നത്.
ചെറിയ തുക ആയതിനാൽ ഒറ്റയടിക്ക് പോക്കറ്റിൽ നിന്നും പണം പോകുന്നില്ല. അതിനാൽ ആളുകൾ അത് ശ്രദ്ധിക്കുന്നില്ല. എല്ലാ മാസവും കറണ്ട് ബില്ലടക്കുകയും റീചാർജ് ചെയ്യുകയും ചെയ്യുന്ന പോലെ ഒരു നിശ്ചിത തുക കുറഞ്ഞ പക്ഷം ഇത്തരം ആപ്പുകൾ ഭൂരിഭാഗം ആളുകളിൽ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. ആളുകൾ അവരുടെ ഓഫീസ് ജോലികൾക്കിടയിൽ ടീമുകൾ രൂപീകരിക്കുന്ന തിരക്കിലാണ്. അവരുടെ ജീവനോപാധി അപകടത്തിലാകുന്നു. ദിവസം തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ ടീം രൂപീകരിക്കാൻ തുടങ്ങും. രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിരസമായ മത്സരമാണെങ്കിലും അവസാനം വരെ മത്സരം മുഴുവൻ കാണുന്നു. ചിലർ സ്വയം കള്ളം പറയും, ഞങ്ങൾക്ക് ആസക്തിയില്ല, സമയം കളയാൻ വേണ്ടിയാണ് ഞങ്ങൾ പണം നിക്ഷേപിക്കുന്നു എന്നൊക്കെ. ഇന്നത്തെ കാലത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് T20 കാണാൻ പോലും സമയമില്ല. അവിടെ ഈ ആളുകൾ 10 രൂപ മുടക്കി ടെസ്റ്റ് മത്സരം മുഴുവനായി ഇരുന്ന് കാണും. കാരണം നിങ്ങൾ പണം മുടക്കി ഒരു മത്സരം കാണുകയും നിങ്ങൾ തിരഞ്ഞെടുത്ത കളിക്കാരൻ ഒരു റൺസ് നേടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്നു. വിരസമായ ജീവിതത്തിൽ ആവേശം വരുന്നു. തുടർന്ന് ഇതൊരു ആസക്തിയായി മാറുന്നു. അതുകൊണ്ടാണ് ഈ ആസക്തി ഒരു പരിധിക്കപ്പുറം വർദ്ധിക്കുമ്പോൾ ചികിത്സയും ആവശ്യമാണ് എന്ന് പറയുന്നത്. ഇതൊരു ഫാന്റസി ആപ്പാണ്. ഇതിൽ വിജയിക്കുന്നയാൾ സ്വയം മിടുക്കനാണെന്ന് കരുതി വീണ്ടും വീണ്ടും പണം ചെലവഴിക്കുകയും തോറ്റയാൾ നഷ്ടപ്പെട്ട തന്റെ പണം തിരിച്ചു പിടിക്കാൻ വീണ്ടും വീണ്ടും പണം ചെലവഴിക്കുകയും ചെയ്യുന്നു. വീണ്ടും വീണ്ടും കളിക്കുന്നു. ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രത്യേക ചക്രമാണ്. വില കുറവായതിനാൽ വെറും 10 രൂപ 20 രൂപ നൽകി ഒരാൾക്ക് ഗെയിമിൽ പ്രവേശിക്കാം. അതിനാൽ ഇതിന് ധാരാളം ഉപയോക്താക്കളുമുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോലും മാതാപിതാക്കളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് കളിക്കാൻ തുടങ്ങുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ഇത് സ്ഥിരീകരിക്കുന്നതിനോ നിർത്തുന്നതിനോ ഒരു നടപടിക്രമവുമില്ല. കൂടാതെ അതിൽ ഒരു റഫറൽ സംവിധാനവും നിർമ്മിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം കുട്ടികളിൽ ഒരു കുട്ടി പോലും ഇതിന് അടിമപ്പെട്ടാൽ അവൻ റഫറലുകൾ നൽകി ബാക്കിയുള്ള കുട്ടികളെയും അതിൽ അടിമയാക്കാൻ ശ്രമിക്കും. ബാക്കിയുള്ള പണി സെലിബ്രിറ്റികളും ക്രിക്കറ്റ് കളിക്കാരും ചെയ്യും. നോക്കൂ, ഒരു അജ്ഞാതൻ ഒരു ആപ്പ് സൃഷ്ടിച്ച് ആളുകളോട് ഇതുപോലെ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് കരുതുക. അപ്പോൾ ആളുകൾ പണം നിക്ഷേപിക്കില്ല. എന്നാൽ അതേ വ്യക്തി അവർ ആരാധിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഈ കാര്യങ്ങൾ പരസ്യത്തിലൂടെ ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് തയ്യാറാവും. ആളുകൾ അവരെ ദൈവമായി കണക്കാക്കുന്നു. അവർക്ക് കോടിക്കണക്കിന് ആരാധകരുണ്ട്. ഈ ആപ്പുകളുടെ ഉപയോക്താക്കൾ വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫാൻസി ഗെയിമുകളുടെ സജീവ ഉപഭോക്താക്കൾ 18 കോടിയോളം വരുമെന്നാണ് കണക്ക്. BCCI ഈ ഫാന്റസി ആപ്പുകൾ അടച്ചുപൂട്ടണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ഫാന്റസി ആപ്പുകളിലെ ആളുകൾക്ക് എല്ലാ തരത്തിലും ബന്ധങ്ങളുണ്ട്. ഈ മുഴുവൻ ഫാന്റസി ഇക്കോസിസ്റ്റത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ വലിയ പങ്ക് ലഭിക്കുന്നതിനാൽ സർക്കാരും കണ്ണടച്ചിരിക്കുകയാണ്. സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ നിലവിലെ നിക്ഷേപകർ തീർച്ചയായും പിന്നോട്ട് പോകും. അതിനു മുകളിൽ വരാനിരിക്കുന്ന നിക്ഷേപകരും പിന്നോട്ട് പോകും. അടുത്ത വർഷവും വരുന്നവർ നിർത്തിയാൽ വൻ നഷ്ടമാകും. അതുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ മിണ്ടാതെ ഇരിക്കുന്നത് ഈ ഫാന്റസി ആപ്പുകളുടെ വരുമാനം, അവയുടെ പ്രവർത്തനങ്ങൾ അല്പമെങ്കിലും ശല്യപ്പെടുത്തിയാൽ BCCIയുടെ വരുമാനം, സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം, IPLന്റെ വരുമാനം, കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം, സെലിബ്രിറ്റികളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും വരുമാനം, വൻകിട ബിസിനസ്സുകാരുടെ വരുമാനം തുടങ്ങി എല്ലാവരെയും ബാധിക്കുമെന്നതുകൊണ്ടാണ്. നിയന്ത്രണം വന്നാലും ലോകം മുഴുവൻ അതിനെതിരെ നിന്നാലും ഫാന്റസി ഇന്ത്യയിൽ അവസാനിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. പഴയ നിയമങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. മാറ്റം വളരെ വിദൂരമായ സാധ്യതയുമാണ്. ലോക്സഭയും കഴിഞ്ഞ് രാജ്യസഭയും കഴിഞ്ഞ് ബിൽ കൊണ്ടുവരുമെന്നത് ആലോചിക്കേണ്ട. കുറഞ്ഞപക്ഷം അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല എന്നതാണ് സത്യം. 1867 നിർമ്മിച്ച നിയമമായതിനാൽ പബ്ലിക് ഗാംബ്ലിംഗ് ആക്ടിൽ പലതരം പ്രശ്നങ്ങളുണ്ട്. പുതിയ നിയമം കൊണ്ടുവരികയോ നല്ല രീതിയിൽ ആ നിയമത്തെ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. നിയമം അപര്യാപ്തമായതിനാൽ കോടതിക്ക് പരിമിതികളുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഫാന്റസി ആപ്പുകളുടെ കേസുകൾ കോടതിയിൽ വരികയുണ്ടായി. ആ കേസിലും കോടതി തീർപ്പ് കൽപ്പിച്ചത് ഇതൊരു സ്കിൽ ഗെയിമാണ് എന്നാണ്. ഇത്തരം ആപ്പുകൾ കളിക്കുമ്പോൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നും ആ കഴിവാണ് മത്സരഗതിയെ നിർണ്ണയിക്കുന്നത് എന്നും കോടതി വിധി എഴുതി. ഇതോടെ ഒരു തരത്തിൽ ഇത്തരം ഫാന്റസി ആപ്പുകൾക്ക് നിയമ പരിരക്ഷ കിട്ടി. നോക്കൂ, ഞാനൊരു കാര്യം നിങ്ങളോട് കൃത്യമായി പറയാം. ഒരു ഫാന്റസി ആപ്പിൽ നിങ്ങൾ എൻട്രി ഫീസ് നൽകി ക്രിക്കറ്റുമായി ബന്ധിപ്പിച്ച ഒരു ടീമാണ് ഉണ്ടാക്കുന്നത് എന്ന് കരുതുക. നിങ്ങളുടെ അനുഭവവും കഴിവും ഉപയോഗിച്ച് അതിൽ കോടികൾ നേടാമെന്നാണ് കോടതിയുടെ ഉത്തരവ് കേട്ടാൽ നമുക്ക് തോന്നുക. അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെട്ട് മത്സരങ്ങൾക്ക് കമന്ററി പറയാനും പിച്ച് റിപ്പോർട്ട് പറയാനും ഒക്കെ പോയി പണം സമ്പാദിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടോ? ഇത്തരം ഫാന്റസി ആപ്പുകളിൽ ടീമുണ്ടാക്കി പണം സ്വരൂപിച്ചാൽ പോരെ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ കഴിവല്ല ഭാഗ്യമാണ് ഇത്തരം ഫാന്റസി ആപ്പുകളിൽ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് എന്ന് കോടതിക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. ഈ അഡിക്ഷൻ ഒരു രോഗാവസ്ഥ കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിവുള്ള ഒരു രോഗമാണ് എന്ന് മാനസിക രോഗ വിദഗ്ധർ പറയുന്നു. അപ്പോൾ ചെറിയൊരു വാചകത്തിൽ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഒരു ചെറിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യതയേക്കാൾ കുറവാണ് ഇത്തരം മെഗാ ആപ്പുകളിൽ, മെഗാ കോൺടെസ്റ്റുകളിൽ നിങ്ങൾ വിജയിയാവാനുള്ള സാധ്യത. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.